എല്ലാവർക്കും MICയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം നിതിനാണ്. അങ്ങനെ നീണ്ട കാലത്തെ വർഷങ്ങൾക്ക് ശേഷം ഒരു അപ്ഡേറ്റ് നടന്നിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന കൃഷ്ണ തിയേറ്റർ. ആദ്യം അപ്ഡേറ്റ് നടത്തുന്ന തിയേറ്ററും കൃഷ്ണ തിയേറ്ററാണ്. ഒരു 20-25 വർഷങ്ങൾക്ക് മുകളിലായി എന്ന് തോന്നുന്നു. ഒന്ന് നവീകരിച്ചിട്ടും കാര്യങ്ങൾക്കും ഇനിയും അവിടെ തിയേറ്ററുകളുണ്ട്. അപ്പോൾ അങ്ങനെ കൃഷ്ണ തിയേറ്റർ ആദ്യത്തെ നവീകരണം പൂർത്തിയാക്കിയപ്പോഴാണ് ഈ വരുന്ന 16-ാം തീയതിയാണ് തിയേറ്റർ ഓപ്പണിങ്. ഗുരുവായൂരമ്പലം നടയിൽ എന്ന് പറയുന്ന മൂവികളാണ് റിലീസും കാര്യങ്ങളും വരുന്നത്. നമുക്ക് എന്തൊക്കെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളാണ് തിയേറ്റർ ചേഞ്ച് ചെയ്തേക്കുന്നത് നോക്കിയാലോ. പ്രൊജക്ടറിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ 2K ലേസർ പ്രൊജക്ഷനും കാര്യങ്ങളാണ് ആക്കിയിരിക്കുന്നത്. സൗണ്ട് സിസ്റ്റത്തോട്ട് പോവുകയാണെങ്കിൽ 7.1 ഡോൾബി സറൗണ്ട് ആണ്. ഓവർ ഹെഡ് സ്പീക്കേഴ്സും കാര്യങ്ങളും വരുന്നത് SLSൻ്റെ സ്പീക്കേഴ്സാണ്. ഡോൾബി അറ്റ്മോസ് ബ്രാൻഡഡ് ആണ് SLS കാര്യങ്ങളും വരുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ക്രീനിലോട്ട് പോവുകയാണെങ്കിൽ സിൽവർ സ്ക്രീനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും കരുനാഗപ്പള്ളിയിലെ ആദ്യത്തെ സിൽവർ സ്ക്രീനും കാര്യങ്ങളാണ് നമ്മുടെ കൃഷ്ണ തിയേറ്റർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്കടുത്ത ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയാണ് നോക്കേണ്ടത്. 2 കാറ്റഗറിയാണ് നമ്മുടെ തിയേറ്റർ വരുന്നത്. നമുക്ക് 2 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് ബാൽക്കണി തിയേറ്റർ കൊണ്ടാണ്. അപ്പം ബാൽക്കണിയും കാര്യങ്ങളും നിലനിർത്തി തന്നെയാണ് കൃഷ്ണ തിയേറ്റർ റീഓപ്പൺ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ബാൽക്കണിക്കകത്ത് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 55 ആണ്. അതുപോലെ തന്നെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 170. പിന്നീട് രണ്ടാമത്തെ കാറ്റഗറി റിസർവ്ഡ് ആണ്. ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും വരുന്നത് 273 ആണ് വരുന്നത്. അതിൻ്റെ ടിക്കറ്റ് റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ 125 രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ തിയേറ്ററിൻ്റെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 328 ആണ്. പിന്നീട് പഴയകാല സീറ്റിംഗ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. പുഷ് ബാക്ക് സീറ്റിംഗ് കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. പിന്നീട് ഒരു കാര്യം, ബാൽക്കണിക്കകത്ത് 107 രൂപ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും മേടിച്ചത് ഇച്ചിരി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. മാളിനൊപ്പം പിടിക്കുകയാണോ എന്നൊരു ഡൗട്ടും കൂടെ ഉണ്ട്. മാളിന് നമുക്ക് തോന്നുന്ന പോലത്തെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളാണ് HNJ മാൾ ഈടാക്കുന്നത്. കാർണിവൽ സിനിമാസ് ഇപ്പം മൈ സിനിമാസ് എന്നറിയപ്പെടുന്നത്. അതിൻ്റെ കൂടെ ഒത്തും പിടിക്കുവാണോ എന്നൊരു ഡൗട്ടുണ്ടോ. പിന്നെ ചിലപ്പം പുതിയ സ്പെസിഫിക്കേഷനും കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ഇത്രയും ടിക്കറ്റ് റേറ്റും കാര്യങ്ങൾ ഈടാക്കിയേക്കാം എന്നും തോന്നിയേക്കാം. പക്ഷേ 170 ബാൽക്കണിക്ക് മേടിച്ചത് കുറച്ച് കൂടുതലാണ്. പിന്നീട് വേറൊരു സന്തോഷ വാർത്തകളുണ്ട്. നമുക്ക് വരുന്ന 2 സ്ക്രീനാണ് അവിടെ വരാൻ പോകുന്നത്. രണ്ടാമത്തെ സ്ക്രീൻ ഓപ്പൺ ആകുന്നത് ഓണത്തിനാണ് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ സ്ക്രീനും കാര്യങ്ങളും ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. പിന്നീട് ഗുരുവായൂരമ്പലം നടയിൽ എന്ന് പറയുന്ന ഈ വരുന്ന 16-ാം തീയതി പൃഥ്വിരാജിൻ്റെ മൂവിയിലോടാണ് തിയേറ്ററും കാര്യങ്ങളും റീഓപ്പൺ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നല്ലൊരു വിജയാശംസകളും കാര്യങ്ങളും നേർന്നു. എന്തായാലും റിനോവേഷനും കാര്യങ്ങളും ചെയ്യാൻ തോന്നിയത് തന്നെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. കരുനാഗപ്പള്ളി ജനതകൾ എനിക്കൊന്ന് കൊല്ലത്തും ഹരിപ്പാടുമായിട്ടാണ് മിക്കുള്ള കരുനാഗപ്പള്ളി ആൾക്കാർ സിനിമ കാണാൻ പോകുന്നത്. കരുനാഗപ്പള്ളിയിലെ തിയേറ്റർ ഷോ കാരണം അതിനൊരു ചെറിയൊരു പരിഹാരമായിട്ടാണ് കൃഷ്ണ തിയേറ്റർ വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാവിധ നമ്മുടെ ചാനലിൻ്റെയും എൻ്റെ പേരിലും എല്ലാവിധ വിജയാശംസ നേർന്നു. നമ്മുടെ ചാനലിനകത്ത് ഉടനെ ഒരു ഫുൾ വീഡിയോയും കാര്യങ്ങളും ഉടനെ തന്നെ എത്തിക്കാൻ നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലിക്കടിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നവരെ നിങ്ങളുടെ സ്വന്തം നേരം ബൈ.